إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സമൂഹത്തിൽ നന്മകൾ കുറയുകയും തിന്മകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടയാളമാണ് സമൂഹത്തിൽ കളവ് വ്യാപിക്കുകയും കളവ് പറയുക എന്നുള്ളത് ഒരു പ്രശ്നമല്ലാതെയായി മാറുകയും ചെയ്യുന്ന അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാവുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ സുപ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ളവർ അവർ എന്റെ കൂടെ ജീവിച്ച ആളുകളാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ആ സ്വഹാബത്തിനോട് ഏറ്റവും ഖൈറിൽ അടുത്തു നിൽക്കുന്നവർ താബിഈകളാണ്. അത് കഴിഞ്ഞ് തബഅ താബികളാണ്. ഈ 3 നൂറ്റാണ്ടാണ് ഏറ്റവും ഖൈറുള്ള, ദീനിയായിക്കൊണ്ട് ഏറ്റവും നന്മയുള്ള നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പിന്നീട് പ്രവാചകൻ പറഞ്ഞു സുമ്മ, പിന്നീട്, അഥവാ ഈ 3 നൂറ്റാണ്ടിന് ശേഷം ഖൈറ് കുറഞ്ഞ് താരതമ്യേന കുറഞ്ഞു വരികയാണ്. ഒരു ഉമ്മത്തിൽ ഖൈറ് കുറയുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? സുമ്മ യഫ്ശു അൽ കദിബു, പിന്നീട് ആ സമുദായത്തിൽ, ആ സമൂഹത്തിൽ കളവുകൾ വ്യാപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്രത്തോളം ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അയാൾ കളവ് പറയുന്നവനാണ് എന്നറിഞ്ഞാൽ പോലും അയാളെ സംബന്ധിച്ച് അയാളെ സാക്ഷ്യത്തിന് ആളുകൾ സ്വീകരിക്കും, അയാളുടെ കള്ളസാക്ഷ്യം സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ലാതെ ആളുകൾ മനസ്സിലാക്കും. ഇങ്ങനെ കളവ് പറയുകയും കളവ് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിനുണ്ടാകും. ആ സമുദായമായിരിക്കും ഖൈറ് കുറഞ്ഞു വരുന്നവർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്.
സഹോദരന്മാരെ, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇന്നൊരു വിശ്വാസിയായ മനുഷ്യൻ കളവ് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ലാതെയായിരിക്കും. അത് മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും കുടുംബ വിഷയത്തിലാണെങ്കിലും വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും കച്ചവടങ്ങളിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഇന്നൊരു കളവ് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ലാതെയായി മാറിയിരിക്കുന്ന അവസ്ഥ. എത്രത്തോളം ചോദിച്ചാൽ മതരംഗത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആന്റെ പേരിലും പ്രവാചകന്റെ സുന്നത്തിന്റെ പേരിലും ഇസ്ലാമികമായ ചരിത്രത്തിന്റെ പേരിലൊക്കെ കളവ് പറയുക എന്നത് ദീനീ പ്രബോധനമായി കൊണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ പോലും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്. പ്രവാചകൻ പറയാം, ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവനൊരു പക്ഷേ വ്യഭിചാരത്തിലേക്ക് അകപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളിലേക്ക് മറ്റെന്തെങ്കിലും തിന്മകളിലേക്ക് അവൻ പോയേക്കാം. പക്ഷേ വൽ മുഅ്മിനു ലാ യക്ദിബു, ഒരു മുഅ്മിനായ മനുഷ്യനൊരിക്കലും കളവ് പറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റൊക്കെ മറ്റു തിന്മകളിലേക്ക് പോകുന്ന, വ്യഭിചാരം അടക്കമുള്ള തിന്മകളിലേക്ക് നഊദുബില്ല പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ പോലും ഒരു വിശ്വാസിക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അവനൊരിക്കലും ജീവിതത്തിൽ കളവ് പറയുന്നവനാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, ഇത് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം തട്ടിച്ചു നോക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണ് വിശ്വാസികളായ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കളവ് പറയുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹൽ 105-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയും, ഇന്നമാ യഫ്തരിൽ കദിബൽ ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹി വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ ശരിയാവണ്ണം വിശ്വസിക്കാത്ത, ശരിയാവണ്ണം മനസ്സിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ കളവുമായി കൊണ്ട് നടക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുന്ന സത്യനിഷേധികളായ കപടവിശ്വാസികളായ ആളുകളുടെ അടയാളമായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞതാണ് കളവ് പറയാം, സംസാരിച്ചാൽ കളവ് പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കറിയാം. പ്രവാചകനെ കുറിച്ച് മക്കയിലെ ആളുകൾ അൽ അമീൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ് ജീവിതത്തിൽ തമാശക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു കളവിന്റെ അംശം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ഒരിക്കൽ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട്, അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നില്ല, പ്രവാചകന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ നേതാവായ അബൂ സുഫിയാനോട് ഹിർക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹൽ കുന്തും തത്തഹിബുനഹു ബിൽ കദിബി മിൻ ഖബ്ലി അൻ യഖൂല മാ ഖാല. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രവാചകത്വവാദത്തിന് മുമ്പ് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കളവ് പറഞ്ഞതായിക്കൊണ്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വല്ല ആക്ഷേപമുണ്ടോ ആരോപണമുണ്ടോ? അപ്പോൾ ഹിർക്കൽ ചക്രവർത്തിയോടും അന്നത്തെ മുശ്രിക്കിന്റെ നേതാവായിരുന്ന അബൂ സുഫിയാൻ പറയാണ്, ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. ഇതാരാ പറഞ്ഞ? പ്രവാചകന്റെ ആദർശത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹിർക്കൽ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് മുശ്രിക്കിന്റെ നേതാവായിക്കൊണ്ട് കടന്നു വന്ന അബൂ സുഫിയാൻ തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ച് പോലും അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയാത്ത ആളാണ് എന്ന് സത്യസന്ധമായിക്കൊണ്ട് രേഖപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കളവ് പറയുക എന്ന് പറഞ്ഞാൽ അത് കാപട്യത്തിന്റെ ലക്ഷണമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ നിഫാഖുണ്ട്, കാപട്യമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ആ സംസാരിച്ച ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, എന്നാൽ ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്ന ഒരു തിന്മയാണ് കളവ് എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും വലിയ കളവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിലും അവന്റെ പ്രവാചകന്റെ പേരിലും അവന്റെ ദീനിന്റെ പേരിലുമുള്ള കളവാണ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് സമൂഹത്തിൽ പണ്ഡിതന്മാർ എന്ന് അറിയപ്പെടുന്ന ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതി എന്നിട്ട് അവർക്ക് തോന്നുന്ന അർത്ഥം പറയാം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് പറയാ എന്നിട്ട് അവർക്ക് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ പറയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദീനിനെ കുറിച്ച് എന്തൊക്കെയാണ് കളവുകൾ, മുഅ്ജിസത്തിന്റെ പേരിലും കറാമത്തിന്റെ പേരിലും എന്ന് വേണ്ട ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ ദീനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയാൻ വേണ്ടി ഇന്നതൊക്കെ ഹലാലാണ് ഇന്നതൊക്കെ ഹറാമാണെന്ന്
നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ നാവിലൂടെ വരുന്നതൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂന. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്ന ആളുകൾ അവരൊരിക്കലും വിജയിക്കുകയില്ലെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 116-ാമത്തെ ആയത്തിൽ പറയാം. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ കളവ് പറയാൻ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയാണ് ആളുകൾ തെളിവ് പറയാം? എത്ര തെളിവുകളാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഇല്ലാത്തത്? ആ ആരോപണം പറയാൻ വേണ്ടി ആളുകളും പണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊരു തെളിവില്ല എന്നുള്ള പറയാം. പക്ഷെ ഇന്നത്തെ ചില പണ്ഡിതന്മാര് പറയും ഇഷ്ടംപോലെ തെളിവുണ്ട്, അത് അള്ളാഹുവിന്റെ പേരിലെ കളവാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവൻ ലാ യുഫ്ലിഹൂന, അവർ വിജയിക്കുന്നവരല്ല. അപ്പൊ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കളവ് പറയുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കലും സഹോദരന്മാരെ നമ്മളുടെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ കളവ് പറയുന്ന അവസ്ഥ ഉണ്ടാകും. പ്രവാചകൻ പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ. എന്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നരകത്തിൽ അവന് സീറ്റ് ഉറപ്പാണ്. എത്രത്തോളം ചോദിച്ചാൽ ഒരു ഹദീസ് പ്രവാചകന്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന കള്ള ഹദീസുകൾ പോലും ആ കളവാണെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ആ ഹദീസ് ഉദ്ധരിക്കാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞു. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ വഹുവ അഹദുൽ കാദിബീൻ. എന്റെ പേരിൽ ഒരു കളവായിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയൊരു ഹദീസ്, ആ ഹദീസ് കളവാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങളത് പറഞ്ഞാൽ അവൻ 2 കള്ളന്മാരിൽ ഒരുത്തനാകുന്നു. ഒന്നാമത്തെ കള്ളനാരാണ്? അത് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയാണ്. രണ്ടാമത്തെ കള്ളനാരാണ്? അത് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഇന്ന് സമൂഹത്തിൽ ഇത്രയും ആളുകളെ കാണാൻ കഴിയും. ഇപ്പൊ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള ഒരു ഹദീസ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ സ്വർഗത്തിൽ സംഭവിച്ചപ്പോൾ ആ സംഭവിച്ചതിൽ നിന്ന് പശ്ചാത്തപിക്കാൻ വേണ്ടി ഉള്ള മാർഗം അന്വേഷിച്ച് നടന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അറസിലേക്ക് അദ്ദേഹം നോക്കുകയും ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അറസിൽ എഴുതി വെക്കപ്പെട്ടതായിക്കൊണ്ട് കാണുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതി വെക്കപ്പെട്ടതായിക്കൊണ്ട് കാണുകയും അപ്പോൾ അള്ളാഹുവിന്റെ പേര് കൊണ്ട് കൂടെ എഴുതപ്പെടാൻ അർഹതയുള്ള പേര് ഒരു വ്യക്തിക്ക് തന്റെ പുത്രന്മാരൊരാൾക്കുണ്ടെങ്കിൽ അത് പ്രവാചകനായിരിക്കും എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുലാക്കുകയും ചെയ്തു. അങ്ങനെ തവസ്സുലാക്കിയപ്പോഴാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു പുറത്തു കൊടുത്തത് എന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഇബ്ൻ ഹജർ അസ്ഖലാനിയെ പോലുള്ള പണ്ഡിതന്മാർ മൗദൂ ആണ്, പ്രവാചകൻ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന റാവി കെട്ടിയുണ്ടാക്കിയതാണെന്ന് ലോകത്തെ ഭുവനപ്രസിദ്ധരായ മുഴുവൻ മുഹദ്ദിസുകളും അത് ഏകകണ്ഠമായി അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാനും തെറ്റായ ഇസ്തിഗാസക്കും കാര്യങ്ങൾക്കും ഇസ്തിഗാസക്കും തവസ്സുലിനൊക്കെ പ്രവാചകന്റെ പേരിൽ കളവാണെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പറഞ്ഞ് ഹദീസ് ഉദ്ധരിക്കുക. സഹോദരന്മാർ, ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ പറയാണ്, എന്നിൽ നിന്ന് യുറാ അന്നഹു കദിബുൻ ഫഹു അഹദുൽ കാദിബീൻ, അവൻ 2 കള്ളന്മാരിൽ ഒരുത്തനാണ്. അപ്പൊ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പേരിൽ ഒരു കളവ് നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം ആളുകളെ നമ്മൾ ശരിക്കും തിരിച്ചറിയുകയും ചെയ്യണം. ഇനി സഹോദരന്മാരെ, കളവ് നമ്മുടെ സംസാരത്തിൽ ദൈനംദിന സംസാരത്തിൽ മാത്രമല്ല, ഇപ്പൊ ഇന്ന് കളവ് വളരെ വ്യാപകമായ ഒരു മേഖലയാണ് കച്ചവടത്തിന്റെ മേഖല. കച്ചവടത്തിന്റെ മേഖലയിൽ ഇന്നൊരു പക്ഷേ കളവ് ഇല്ലാതെ കച്ചവടം നടക്കാത്ത ഒരവസ്ഥ, നല്ല ചരക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള ചരക്കുകളൊന്നും വിറ്റുപോകാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകൾ, ആ 3 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ല, അവരോട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല, അവരല്ലാഹു പരലോകത്ത് വെച്ചുകൊണ്ട് ഒരു നന്മയും അവർക്ക് നൽകുകയില്ല. ഈ 3 ആളുകൾ ആരാണ്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വിശുദ്ധ ഖുർആനിൽ ഈ പ്രവാചകന്റെ ഈ ഹദീസ് ആവർത്തിച്ച് പറയാൻ, ഖാബു വ ഖസിറു മൻ ഹും യാ റസൂലല്ലാഹ്,
അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഈ 3 വിഭാഗത്തിന് അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹു കലാമ് ചെയ്യാത്ത, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നോക്കാത്ത ഒരു പരിഗണനയും പരലോകത്ത് കൊടുക്കാത്ത ഈ 3 വിഭാഗം ആരാണ് പ്രവാചകരെ? അവർ നശിച്ചു തന്നെയെന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അൽ മുസ്ബിലു, നിര്യാണിക്ക് താഴെ വസ്ത്രം നിലത്ത് ഇഴച്ച് നടക്കുന്നവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ യുവസമൂഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മളത് സലഫി എന്നോ സുന്നി എന്നോ തബ്ലീഗ് എന്നോ ജമാഅത്ത് എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ആളുകളിലും കാണുന്ന ഒരു തിന്മയാണ് പ്രവാചകൻ ആദ്യം പറഞ്ഞു. അൽ മുസ്ബിൽ, തന്റെ വസ്ത്രത്തെ നിര്യാണിക്ക് താഴെ നിലത്ത് അഴിച്ച് നടക്കുന്നവൻ ഒന്നാമനാണ്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു വൽ മന്നാനു. മന്നാൻ എന്ന് പറഞ്ഞാൽ ഒരു നന്മ ചെയ്തിട്ട് ആ നന്മ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തതിന്റെ പേരിൽ അയാളെ എടുത്തു പറഞ്ഞ് ആ നന്മയുടെ പേരിൽ അയാളെ ബുദ്ധിമുട്ടിക്കുക, അയാൾ അള്ളാഹുവിന്റെ സംസാരമില്ല. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു വൽ മുൻഫിഖു സിലഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കള്ളം പറഞ്ഞുകൊണ്ട് തന്റെ ചരക്കിനെ വിറ്റഴിക്കുന്ന ഒരു കച്ചവടക്കാരൻ. അയാളുടെ ചരക്കിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവും, പക്ഷെ ആ ചരക്ക് പോകണമെങ്കിൽ അയാൾ കളവ് പറയേണ്ടി വരും. അത് വണ്ടി കച്ചവടമാണെങ്കിലും ഭൂമി കച്ചവടമാണെങ്കിലും എന്ത് വസ്തു കച്ചവടമാണെങ്കിലും എന്ത് കച്ചവടമാണെങ്കിലും ശരി, കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ആ കച്ചവടക്കാരനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരു പരിഗണനയും അയാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ വളരെ വിദൂരത്തായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കളവ് പറഞ്ഞ് കച്ചവടം നടത്തി നമ്മുടെ വരുമാനം കാണുന്നുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ഹറാമിലൂടെ ഊട്ടപ്പെട്ട ശരീരം അന്നാറു ഔലാ ബിഹി, നരകമാണ് അതിന് ഏറ്റവും അർഹതയുള്ളത്, നരകമാണ് ആ ശരീരത്തിന് ഏറ്റവും അർഹമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാത്രമല്ല പലപ്പോഴും തമാശയായിക്കൊണ്ടുപോലും കളവ് പറയുന്നത് രീതി സമൂഹത്തിൽ കാണാൻ. ഒരിക്കലും സഹോദരൻ രണ്ടാമത് പ്രവാചകൻ പറയാൻ, ഇന്നി ലാ അംസഹു വലാ അഖൂലു ഇല്ലാ ഹഖൻ, ഞാൻ നിങ്ങളോട് പലപ്പോഴും തമാശ പറയാറുണ്ട്. പ്രവാചകൻ പറയാൻ, പക്ഷെ ആ തമാശയിൽ പോലും ഞാൻ ഹഖല്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാറില്ല. തമാശക്ക് പോലും കളവ് പറയുന്ന രീതി ഇസ്ലാം വിലക്കിയിട്ട്. അപ്പൊ എത്രമാത്രം ആളുകളെ പറ്റിക്കാൻ വേണ്ടി, ആളുകളെ തമാശയാക്കാൻ വേണ്ടി, ആളുകളെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെച്ച് ഒളിപ്പിച്ചുകൊണ്ട് അവിടെ വഞ്ചിക്കാൻ വേണ്ടി, അവരെ അന്യായമായിക്കൊണ്ട് ധനം കൈവശമാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കളവ് പറഞ്ഞുകൊണ്ട് അതിര് തിരക്കുന്നവര്, കളവ് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നവർ, അന്യായമായിക്കൊണ്ട് സമ്പത്ത്. ഇപ്പൊ നമുക്കറിയാം, വിവാഹമോചനം സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണയായിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യം എന്താ? ഒരു പെണ്ണിന്റെ ഭാഗത്തുള്ള ആളുകൾ പറയും, ഞങ്ങളുടെ ഇത്ര പണ്ടം അവര് പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും, കള്ളക്കേസ് കൊടുക്കും. ഇത് സമൂഹത്തിൽ സർവ്വവ്യാപകമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ 5 പവൻ പോലും ആ വരൻ എടുത്തിട്ടുണ്ടാവില്ല, എന്നിട്ട് 50 പവൻ എടുത്തു, 500 പവൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുകയും അതിന്റെ പേരിൽ കോടതികൾ കയറിയിറങ്ങി ഈ ജീവിതം ഈ കളവിന് വേണ്ടി ഹോമിക്കുകയും ചെയ്യുന്ന എത്ര മുസ്ലിമീങ്ങളെ നമുക്ക് കുടുംബ കോടതിയിലും മറ്റൊക്കെ ചെന്നാൽ കാണാൻ കഴിയും. നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയ സഹോദരന്മാര്. ഇന്ന് സമൂഹത്തിൽ ഇതൊന്നൊരു ഗൗരവമല്ല. ഒരു കളവെന്നും പറഞ്ഞാൽ അതിന്റെ പേരിലൊന്നും ഒരു ചാണ് ഭൂമിയാണെങ്കിലും അതിന്റെ പേരിൽ ഒരു 5 പൈസ നയാ പൈസ ഒരു മനുഷ്യന്റെ പണം നമ്മൾ അന്യായമായിക്കൊണ്ട് കളവായിക്ക് എടുത്തിട്ടുണ്ട്. പ്രവാചകൻ പറയാം, ലാ യഖുദു അഹദുക്കും മതാ അഖീഹി ലാഇബൻ വലാ ജാതൻ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ സമ്പത്താണെങ്കിലും എന്തെങ്കിലും വിഭവങ്ങളാണെങ്കിലും ഒരു തമാശക്ക് പോലും എടുക്കരുത്. വലാ ജാതൻ, അവനെ പറ്റിക്കാൻ വേണ്ടി എടുക്കരുത്. ഇനി അങ്ങനെ വല്ലതും തമാശക്ക് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ ഒമൻ അഖദ അസാ അഖീഹി ഫൽയറുദ്ദഹ, അതൊരു ചെറിയ വടിയുടെ കഷ്ടമാണെങ്കിൽ പോലും അതവൻ തിരിച്ചു കൊടുക്കണം. ഒരു ചെറിയ വടി എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും അതിനില്ല, അല്ലെങ്കിൽ ആളുകൾ വലിയ മൂല്യം കാണുന്ന വസ്തുവല്ല. പക്ഷെ ചെറിയ വടിക്കഷ്ടമാണെങ്കിൽ പോലും നിങ്ങൾ തമാശയായിട്ട് പോലും എടുത്തതാണെങ്കിൽ നിങ്ങൾ ആ സഹോദരൻ തിരിച്ചു കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് 100% സഹോദരന്മാർ ഉറപ്പിക്കാൻ കഴിയും. മറ്റൊരു മുസ്ലിമിന്റെ ഒരു ഹക്ക്, മറ്റൊരു മുസ്ലിമിന്റെ ഒരു തരിമ്പ് പോലും എന്റെ ജീവിതത്തിലേക്ക് ഹക്കല്ലാത്ത മാർഗത്തിൽ കടന്നു വന്നിട്ടില്ലെന്ന് 100% നമ്മൾ സഹോദരന്മാരെ ഉറപ്പിച്ചെങ്കിലേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ.
ഇത് നമ്മൾ ശരിക്കും ഗൗരവത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യം. പക്ഷെ ഇന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ്, വളരെ എന്താ പറയുക, ഒരു ഗൗരവം കുറഞ്ഞാണ് സമൂഹത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല പറയുന്നു, ഹദ്ദസന അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഞങ്ങൾ ഒരിക്കൽ പറയുകയുണ്ട്, അന്നഹും കാനു യസീറൂന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പോ ഫനാമ റജുലുൻ മിൻഹും, അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ സഹാബി അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അമ്പുണ്ട്, ആയുധങ്ങളുണ്ട്. അങ്ങനെ ഫന്തലഖ ബഅദുഹും ഇലാ നബിനി മഅഹു ഫഅഖദുഹ, അപ്പൊ അദ്ദേഹത്തിന്റെ അമ്പ് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വല്ല അഴിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അമ്പ് ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ അമ്പെടുത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചപ്പോ ഫലമ്മ ഇസ്തയഖദ റജുൽ, ആ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയ സന്ദർഭത്തിൽ തന്റെ ആയുധം കാണാനില്ല. അപ്പൊ അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകൾ ഉണ്ടായി, പേടിയുണ്ടായി. ഫളഹിക്കൽ ഖൗം, ഇത് കണ്ടപ്പോ കൂടുതൽ ആളുകളൊക്കെ ചിരിച്ചു, തമാശ കാണിച്ചതാണ്. അപ്പൊ ആ മനുഷ്യനെ ഒന്ന് ഒരു നിമിഷം ഒന്ന് പേടിപ്പിച്ചിട്ട് ആ മനുഷ്യന് ഇത് കണ്ടിട്ട് മറ്റുള്ളവരെന്ത് ചെയ്യുക, ആസ്വദിച്ച് ചിരിക്കുക. സാധാരണയായിക്കൊണ്ട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഒരു തമാശ കളിച്ചിട്ട് എന്ത് ചെയ്യുക, അവനെ പേടിപ്പിച്ചിട്ട് ആൾക്കാരെ ചിരിക്കുക. അപ്പൊ പ്രവാചക സല്ലല്ലാഹു പറഞ്ഞു, ലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമൻ, ഒരു മുസ്ലിമിനും ജായിസല്ല, ഒരു മുസ്ലിമാണെങ്കിൽ അവൻ അനുവദിക്കപ്പെട്ട കാര്യമല്ല, അൻ യുറവ്വിഅ മുസ്ലിമൻ, മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്തുക, മറ്റൊരു മുസ്ലിമിന്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഭയമിട്ട് കൊടുക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യലും ഒരു വിശ്വാസിക്ക് അനുവദനീയമല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പഠിപ്പിക്കണം. ഒരു തമാശയായിട്ട് പോലും ഒരു വിശ്വാസിയായ മനുഷ്യനെ ഭയപ്പെടുത്തുക എന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര നിസ്സാരമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിലാണ് സൂചിപ്പിച്ചത്. മാത്രമല്ല അത് വിശ്വാസിക്ക് അനുവദനീയമല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി, ആളുകൾ തമാശയാക്കാൻ വേണ്ടി കളവ് പറഞ്ഞുണ്ടാക്കി, നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പറയും, ആവശ്യമില്ലാത്ത രൂപത്തിൽ തമാശ പറഞ്ഞ് ആളുകൾ ചിരിപ്പിക്കുക, പ്രസംഗത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും, അതൊന്നും പ്രവാചകൻ അനുവദിച്ച കാര്യം. വൈലുൽ ലില്ലദി യുഹദ്ദിസു ബിൽ ഹദീസി യുദ്ഹിക ബിൽ ഖൗമ ഫയക്ദിബു വൈലുൽ ലഹു, ജനങ്ങളെ തമാശയാക്കാൻ വേണ്ടി, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ കളവ് പറയുന്നുണ്ടെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം ചോദിച്ചാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ചെറിയ കുട്ടികളോട് അവിടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ കളവുകൾ പറയാം. അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെങ്കിലോ, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാൻ വേണ്ടിയാണെങ്കിലോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ മടി കാണിക്കുമ്പോഴാണെങ്കിലോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കളവുകൾ കുട്ടികളോട് പറയുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വിലക്കിയ കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയണം, ദഅത്നി ഉമ്മി യൗമൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദുൻ ബൈനനാ. അദ്ദേഹം പറയാം, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ ഉമ്മ എന്നെ അങ്ങനെ വിളിക്കണം. പ്രവാചകൻ ഞങ്ങളുടെ സദസ്സിൽ അടുത്തുണ്ട്. അപ്പൊ ആ ഉമ്മ പറയണം, ഹാ തആൽ ഉഅതീക, മോനെ ഇവിടെ വാ, ഞാൻ നിനക്കൊരു കാര്യം തരാന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു, വമാ അറത്തി അൻ തുഅതിയഹു, നീ തന്റെ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ? അത് എന്തെങ്കിലും കൊടുക്കാൻ തന്നെയാണ് ആ കുട്ടിനെ നിങ്ങൾ വിളിച്ചിട്ടുള്ളത്? അപ്പോൾ എന്റെ ഉമ്മ പറഞ്ഞു, ഉഅതീഹി തംറൻ, അതേ റസൂലേ, ഞാൻ ഒരു ചെറിയ കാരക്കന്റെ ഒരു ചെറിയ കാരക്ക എന്റെ മകന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ വിളിച്ചത്. അപ്പൊ പ്രവാചകൻ ആ സന്ദർഭത്തിൽ പറയാൻ, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ശൈഅൻ, എന്നാൽ നീ അവർക്ക് ഒന്നും തന്നെ കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒന്നും കൊടുക്കാതിരുന്നാൽ കുതിബത്ത് അലൈകി കദിബ, ഒരു കളവ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ ചെറിയ കുട്ടികളോട് തമാശയായിക്കൊണ്ട് പോലും അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ അതിന് വിളിച്ചു വരുത്തി അവരെ ചതിക്കുന്ന, അല്ലെങ്കിൽ അത് നിസ്സാരമായിട്ടാണെന്ന കളവ് പോലും അള്ളാഹുവിന്റെ അടുക്കൽ നിസ്സാരമല്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഖാല ലിസബിയ്യിൻ തആൽ ഹാക്കി സുമ്മ ലം യുഅതിഹി ഫഹുവ കദിബത്തുൻ, ഒരു കുട്ടിയോട് ഇവിടെ വരൂ, നിനക്ക് ഞാൻ തലത് നൽകാമെന്ന് പറഞ്ഞ് അത് നൽകാതിരുന്നാൽ അത് കളവായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസ് സഹോദരന്മാർ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ കളവിന്റെ ഒരു ലാഞ്ചന പോലും സഹോദരന്മാർ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ഒരു കളവ് നമ്മൾ പറഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ കളവ് പറയാൻ ആ കളവ് പ്രേരണയായിത്തീരും.
ഒരു കളവ് ആദ്യമായി കൊണ്ട് പറഞ്ഞു തുടങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ പിന്നീട് ആ മനുഷ്യൻ കളവിൽ നിന്ന് കളവിലേക്ക് പറഞ്ഞ് ആ കളവ് സ്ഥാപിക്കാനും ആ കളവ് മറച്ചു വെക്കാനും വീണ്ടും ഒരുപാട് കളവുകൾ പറയുന്ന അവസ്ഥ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറോട്ട്, പ്രത്യേകിച്ചും കടം വാങ്ങിക്കഴിഞ്ഞാൽ, കടം വാങ്ങി അത് വീട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു കളവ് പറഞ്ഞ് പിന്നെ ആ കളവ് സ്ഥാപിക്കാൻ വേണ്ടി വേറെ കളവ് പറഞ്ഞ് നാളെ തരാന്ന് പറഞ്ഞു, മറ്റന്നാൾ തരാന്ന്, ഇത് എപ്പോൾ തോട്ടശ്ശേരി എത്താറായിട്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ കളവിന്റെ മേലെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, എനിക്ക് വീട്ടാൻ കഴിയില്ല എന്ന് പറയാം. ഉള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് അത്ര പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ആളുകളെ വഞ്ചിച്ച് വീണ്ടും വഞ്ചിച്ച് കളവ് പറഞ്ഞ് ഈ കളവിന്റെ മേൽ കളവായിക്കൊണ്ട് ജീവിക്കുന്ന സഹോദരന്മാര്, അങ്ങനെയുള്ള അവസ്ഥ സഹോദരന്മാര് വളരെ ഗുരുതരമാണ്. പ്രവാചകൻ പറഞ്ഞു, വൈന്നൽ കദിബ ഫുജൂറുൻ, ഒരു മനുഷ്യൻ കളവ് പറയാന്ന് പറഞ്ഞാൽ അത് തമ്മാടിത്തരത്തിന് തുല്യമാണ്. വൈന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, ആ തമ്മാടിത്തരങ്ങൾ ഒരു മനുഷ്യൻ നരകത്തിലേക്കാണ് നയിക്കുക. വൈന്നൽ അബ്ദ യതഹറൽ കദിബ ഹത്താ യക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, ഒരു മനുഷ്യൻ കളവ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയും അങ്ങനെ കളവിൽ തന്നെ ജീവിക്കുകയും അത് ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ട് കളവ് പറയുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കദ്ദാബായി, പെരുങ്കള്ളനായിക്കൊണ്ട് അള്ളാഹു രേഖപ്പെടുത്തുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും. മാത്രമല്ല സഹോദരന്മാരെ, കളവ് പറയുന്ന ആളുകൾ പരലോകത്ത് വരുന്ന രംഗവിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ജീവിതത്തിൽ സത്യസന്ധതയില്ലാത്ത കച്ചവടത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള ഇടപാടുകളിലാണെങ്കിലും സത്യസന്ധതയില്ലാത്ത ആളുകളെ കുറിച്ച് അല്ലാഹു പറയും, വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് ദീനിന്റെ ആളുകളെ പറ്റിച്ച് വഞ്ചിച്ച് സ്വന്തം ദുനിയാവിന് വേണ്ടി ആളുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലൊക്കെ കളവ് പറഞ്ഞ ആളുകൾ അവർ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ വുജൂഹുഹും മുസ്വദ്ദ, അവിടെ മുഖങ്ങൾ കറുത്തിരുണ്ടു പോയതായിരിക്കും. നഊദു ബില്ലാഹ്, ആ മുഖങ്ങളൊക്കെ കറുത്തിരിക്കും. മാത്രമല്ല അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ അവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക. നരകം പോരെ അവർക്ക് ഈ മുതകബ്ബിരീങ്ങളായ ഈ അഹങ്കാരികളായ ആളുകൾക്ക് നരകം പിന്നെ അവിടെ ശാശ്വതമായ കേന്ദ്രമായി പോരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന രംഗവിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, ഒരു കളവ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ കാണാം, ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു, അവിടെ മനസ്സിൽ ഒരു കാപട്യം അള്ളാഹു ഇട്ടുകൊടുക്കുന്ന, ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖലഫുല്ലാഹ മാ ബഅദുഹു വബിമാ കാനൂ യക്ദിബൂൻ, അള്ളാഹുവിനോടുള്ള കരാർ അവർ പാലിക്കാത്തതുകൊണ്ടും അവിടെ ജീവിതത്തിൽ കളവുമായിക്കൊണ്ട് നടന്നതുകൊണ്ടും ഹൃദയത്തിൽ കാപട്യം അള്ളാഹു അവർക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്ന. ഒരു കളവ് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കളവ് പറയാൻ ഒരു ലജ്ജയും നമുക്കുണ്ടാകൂല. അങ്ങനെ കളവിൽ നിന്ന് കളവിലേക്ക് പോയി സത്യസന്ധത എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ സഹോദരന്മാരെ, അത് മതരംഗത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മഹലിലാണെങ്കിലും ഭാര്യയോടെ എന്ത് വിഷയത്തിലാണെങ്കിലും അത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൽ ഒരു കാര്യം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കളവാണോ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടുള്ളൂ. നമ്മുടെ എതിരാളിയെ കുറിച്ച് ഒരു കാര്യം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, അത് അയാളുടെ വ്യക്തി ജീവിതത്തിൽ വലിയ ദോഷമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അത് പ്രചരിപ്പിക്കാൻ വലിയ ധൃതിയായിരിക്കും ആളുകൾക്ക് ഉണ്ടാകാം. ഒരുപക്ഷെ ആ സംഭവം അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ അറിയാതെ നമ്മൾ അയാളുടെ ജീവിതത്തിൽ അയാൾക്കുമായിട്ട് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ശത്രുതയുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പേരിൽ ആളുകൾ വല്ലതും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും പ്രചരിപ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, വിശ്വാസികളെ നിങ്ങൾക്കൊരു വാർത്ത ഒന്ന് കിട്ടിയാൽ, ആരെങ്കിലും ഏതെങ്കിലും ഫാസിഖുകൾ വല്ല വാർത്തയുമായി കൊണ്ടുവന്നാൽ നിങ്ങളത് ശരിക്കും അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആ വാർത്ത നിങ്ങൾ ആളുകൾ പറയാൻ പാടുള്ളൂ. എല്ലാ കാര്യങ്ങളും ആളുകൾ പറയാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ കള്ളനായി വരാൻ, കളവ് പറയുന്നവനായിക്കൊണ്ട് വരാൻ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, ഏറ്റവും അർഹതയുള്ള മനുഷ്യൻ അയുഹദ്ദിത ബികുല്ലി മാ സമിഅ, എല്ലാ കേട്ടതും ആളുകളോട് പറയാം. കേട്ടതൊക്കെ ഇങ്ങനെ പാടി നടക്കുന്ന അവസ്ഥ, അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് പ്രവാചകൻ പറയാം. ഒരു മനുഷ്യൻ കള്ളനായിക്കൊണ്ട് അറിയപ്പെടാൻ ഇത് മാത്രം മതി എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും അതിന്റെ 10 ഇരട്ടി കൂട്ടിയിട്ട് പറയാ. അങ്ങനെ രീതി ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ സമൂഹത്തിൽ വളരെ വ്യാപകമായി രാഷ്ട്രീയ രംഗത്തുണ്ട്, മതരംഗത്തുണ്ട്, കുടുംബരംഗത്തുണ്ട്, കച്ചവട രംഗത്തുണ്ട്, എല്ലാ മേഖലയിലും ഇത് സഹോദരന്മാരെ പിടിമുറുക്കിയിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി അത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളുടെ തുടർഭാവിയെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, തുടർ പഠനത്തിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. SSLC പരീക്ഷയും +2 റിസൾട്ടുമൊക്കെ വന്നു. ഇനി തുടർ പഠനം എങ്ങനെയായിരിക്കണം എന്ന് മക്കളും രക്ഷിതാക്കളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ വളരെ പ്രാധാന്യമുള്ള, അവന്റെ ഖുർആനിലും ഹദീസിലുമൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു വിജ്ഞാനമാണ് അള്ളാഹുവിന്റെ മതം പഠിക്കുക എന്നുള്ളത്. നമ്മുടെ മക്കളെ മതരംഗത്തേക്ക് അല്ലെങ്കിൽ മതം പഠിക്കുന്നതിലേക്ക് തിരിച്ചുവിടാൻ രക്ഷിതാക്കൾ പലപ്പോഴും വൈമനസ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താ ചോദിച്ചാൽ, ആളുകളൊക്കെ തങ്ങളുടെ മക്കളുടെ പ്രൊഫഷൻ എന്തായിരിക്കും, അതിന്റെ ഭാവി എന്തായിരിക്കും, 6ഉം 7ഉം അക്കമൊക്കെ ഉള്ള ശമ്പളം എന്റെ മക്കൾക്ക്, എന്റെ മകന്, എന്റെ മകൾക്ക് കിട്ടണമെന്നായിരിക്കും ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഭൗതിക ലോകം കഴിഞ്ഞാൽ പാരത്രികമായ ലോകത്തിന്റെ അവസ്ഥയിൽ അവർക്ക് എന്ത് ലഭിക്കണം, അവർ വിജയിക്കണമോ അല്ലെങ്കിൽ വിജയിക്കണം എന്നൊരു ചിന്ത പലപ്പോഴും പരിമിതമായ ഈ അന്വേഷണത്തിനടുക്ക് പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറാണ് പതിവ്. ഈ കാലഘട്ടത്തിൽ ഒരു മതം പഠിച്ച, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ മേഖലയും അവനെത്തിപ്പെടാം. ഒരു തടസ്സവും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലും അക്കാഡമിക് തലങ്ങളിലുമില്ല. കാരണം മതവിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ ഭൗതികമായ ഡിഗ്രികളും ഭൗതികമായ കാര്യങ്ങളുമൊക്കെ നമ്മൾ നേടിക്കൊണ്ട് തന്നെയാണ് മതവിദ്യാഭ്യാസം നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള രക്ഷിതാക്കളോട് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഒരു മകനെയെങ്കിലും അല്ലെങ്കിൽ ഒരു മകളെയെങ്കിലും നമ്മൾ ദീൻ അറിയുന്ന, ദീൻ പഠിപ്പിക്കുന്ന മക്കളാക്കി നമ്മൾ മാറ്റി വളർത്തണം. അത് രക്ഷിതാക്കളും ശ്രദ്ധിക്കണം, മക്കളും ആ കാര്യം ശ്രദ്ധിക്കണം. ഇതിന്റെ ഒരു മഹത്വം, ഒരുപാട് ഹദീസും ആയത്തുകൾ നമുക്കത് വിഷയത്തിൽ അറിയാം. ഞാൻ പ്രവാചകൻ ഇതിന്റെ ഒരു മഹത്വം, ദീൻ പഠിക്കുന്ന മക്കൾക്കുള്ള മഹത്വം പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് മാത്രമേ ഞാൻ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ. നമ്മോടൊരു മനുഷ്യൻ ചോദിക്കാണ്, കടലിൽ എത്ര മത്സ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ഭൂമിയിലെ മാളങ്ങളിൽ എത്ര ഉറുമ്പുകളുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി നമുക്കറിയില്ല, പടച്ചവന് മാത്രമേ അറിയുള്ളൂ. കോടാന് മത്സ്യങ്ങളെ ദിനേന എന്നോണം ആളുകൾ പിടിച്ചുകൊണ്ടുവരുന്നു. അത് വീണ്ടും ജനിക്കുന്നു, വീണ്ടും പിടിക്കുന്നു. കാലങ്ങളായി മനുഷ്യന്മാരുടെ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, കടലിൽ ഉള്ള മുഴുവൻ മത്സ്യങ്ങളും, മാളങ്ങളിൽ ഉള്ള മുഴുവൻ ഉറുമ്പുകളും അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സന്തോഷ വാർത്തയാണ്. ഇത് വേറെ ഒരു കോഴ്സ് പഠിക്കുന്ന ആളുകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൂടെ കൂടി പ്രാർത്ഥനകൾ ലഭിക്കുന്ന അത്രയും മഹത്വമുള്ള ഒരു ഇൽമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ഇൽമ എന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും അതിനോട് വൈമനസ്യം കാണിക്കുന്ന ഒരു പതിവ് സമൂഹത്തിലുണ്ട്. അത് തിരുത്തണം. കാരണം ഇത്രയും ഒരു ദീൻ പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് മാന്യമായിക്കൊണ്ട് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ മാന്യമായിക്കൊണ്ട് ഭൂമിയിൽ വരുമാനം കിട്ടുന്ന എത്രയോ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ഒരു ബർക്കത്തുണ്ടായിരിക്കുകയും ചെയ്യും.
അതുകൊണ്ട് ആ കാര്യം പ്രത്യേകിച്ചും നമ്മുടെ ജാമ്യകൾക്ക് അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്ന് അതിൽ അഡ്മിഷന്റെ സമയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മളും ആ കാര്യം ചിന്തിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും, രക്ഷിതാക്കളോടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടും ആ കാര്യം ഓർപ്പിക്കുകയാണ്. ഇതേപോലെ ഒരുപക്ഷെ കലാലയങ്ങളിൽ, മത കലാലയങ്ങളല്ലാത്ത കലാലയങ്ങളിൽ പഠിക്കുകയും ദീൻ പഠിക്കാൻ സാഹചര്യങ്ങൾ കിട്ടാത്ത മക്കളുണ്ടാവും. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ CRE എന്ന് പറയുന്ന ഒരു പദ്ധതി വർഷങ്ങളായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ എല്ലാ ഞായറാഴ്ചകളിലും ഒരു നിശ്ചിതമായ അളവിൽ, നിശ്ചിതമായ സമയത്ത് അവർക്ക് ദീനിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആഴ്ചയിൽ ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന രീതി, അതാണ് CRE. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ തോട്ടശ്ശേരി പീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഈ ജൂൺ മാസത്തെ CRE ഇതിന്റെ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ നാട്ടിൽ തോട്ടശ്ശേരി പീസ് കോൺഫറൻസ് ഹാൾ വെച്ച് നടക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം 7:30 മണിക്കാണ് പരിപാടി നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അതിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികളും ആ സമ്മേളനത്തിലേക്ക്, ആ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ മുഴുവനും പറഞ്ഞേക്കണം. കാരണം ഒരു പ്രത്യേകിച്ച് ക്യാമ്പസ് അല്ലാത്ത പഠിക്കുന്ന, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരു വിദ്യാർത്ഥിയുമായിക്കോട്ടെ, അദ്ദേഹം തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ എൻട്രൻസ് കാലഘട്ടത്തിൽ ഒരു തിങ്കളാഴ്ച നോമ്പ് പോലും ഒഴിവാക്കാതിരുന്നൊരു കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. അഥവാ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പ് പോലും ഒഴിവാക്കാത്ത ആ കുട്ടി ഇപ്പോൾ ക്യാമ്പസിലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഇൻഫ്ലുവൻസുകൾ കൊണ്ടോ ആകാം, ഇപ്പോൾ ദീന് തന്നെ സംശയിക്കുന്ന, ദീനിന്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ തന്നെ സംശയിക്കുന്ന എല്ലാ മതങ്ങളും ശരിയായിക്കൂടെ, നിങ്ങൾ ദീനിൽ ആരാ ചോദിക്കുന്നു? അസർ നിസ്കാര ശേഷം ഞാൻ അദ്ദേഹത്തെ കുട്ടിയോട് സംസാരിക്കണം. അപ്പൊ അസർ നിസ്കാരം പോലും ഒരു മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അല്ലാതെ നമസ്കരിച്ച് ദീനിൽ തന്നെ മെല്ലെ 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 അകന്നു പോകുന്ന സാഹചര്യം വളരെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുട്ടികൾ പോലും ഇനി നമ്മുടെ ക്യാമ്പസിന്റെ സ്വാധീനം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും കണ്ണടച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മക്കളെ സംബന്ധിച്ച് നല്ല ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമുക്കുണ്ടാകണം, ജാഗ്രതകൾ ഉണ്ടാകണം. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം, ബാക്കി അലല്ലാഹ് നോക്കണം. പ്രവാചകൻ പറഞ്ഞു, നിന്റെ മൃഗത്തെ കെട്ടിയിട്ട് പിന്നെ തവക്കുലാക്കണം എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ആ കാര്യം രക്ഷിതാക്കളും മക്കളുമെല്ലാം ശ്രദ്ധിക്കണം. എപ്പോഴും ദീനിൽ തെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രവിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും വേണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ ആ ദീനിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാർ, ഇന്ന് ആഴ്ചയിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ കലക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ സഹോദരന്മാരും ആ വിഷയത്തിൽ പൂർണ്ണമായിക്കൊണ്ട് സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിന്റെ ആദർശമായി കൊണ്ട് നടക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പിഞ്ചുമക്കൾ, നമ്മുടെ സഹോദരിമാർ, ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായ സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അവർ അകത്തുനിന്നുള്ളവരാണെങ്കിലും പുറത്തുനിന്നുള്ളവരാണെങ്കിലും അള്ളാഹുടെ എല്ലാം ശക്തിയെ ക്ഷയിപ്പിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ മുഴുവൻ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا